بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم والذين هم على صلاتهم يحافظون أولئك في جنات مكرمون ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്കും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾക്കും വിധേയരായി കഴിവിൻ്റെ പരമാവധി തഖ്വയോടെ, ഈമാനോടെ, ഇഖ്ലാസോടെ അമലു സ്വാലിഹാത്തുകളിൽ മുഴുകി മുത്തഖികളായി മരണപ്പെടുന്നവരിൽ ഉൾപ്പെടാൻ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സമയങ്ങളിലും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും നിരന്തര ജാഗ്രത പുലർത്തുകയും ചെയ്യുക നമ്മൾ ഓരോരുത്തരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആമുഖമായി. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം എന്താണ് എന്ന ചോദ്യത്തിന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിന് നൽകുന്ന മറുപടി ബുനിയൽ ഇസ്ലാമു അലാ ഖംസ്. ഇസ്ലാം ഒരു വലിയ കെട്ടിടമാണ്. പ്രധാനമായും 5 ഘടകങ്ങളാണ് അതിനുള്ളത് എന്ന് പഠിപ്പിച്ചു. എന്നിട്ട് അവിടുന്ന് നമ്മളോട് നമ്മൾ കേൾക്കാൻ വേണ്ടി ജിബ്രീലിനെ കേൾപ്പിച്ചു. 1, ശഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു. അതിൻ്റെ അടിത്തറ അള്ളാഹുവിലുള്ള വിശ്വാസം,
കറകളഞ്ഞ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കുകയും ആ ഏകത്വവും അതിൻ്റെ താല്പര്യങ്ങളും വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ടവനാണ് ഞാൻ അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അംഗീകരിക്കുകയും ചെയ്യുക. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വതുഖീമുസ്സല, നമസ്കാരം നിലനിർത്തുക. ഇസ്ലാമിൻ്റെ ഒരാൾക്ക് മുസ്ലിമായി തീരാനുള്ള ആദ്യത്തെ നിബന്ധന അയാൾ ഷഹാദത്ത് കലിമകൾ രണ്ടും അംഗീകരിക്കുക. അയാൾ മുസ്ലിമായി തീർന്നിരിക്കുന്നു എന്നതിന് അയാൾ തെളിവായി നിരത്തേണ്ടത് അയാളുടെ നമസ്കാരവുമായിട്ടാണ്, നമസ്കാരം കൊണ്ടാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇസ്ലാമിൻ്റെ ആത്മാവ് ഷഹാദത്ത് കലിമയും അതിൻ്റെ ശരീരം നമസ്കാരവുമാണ് എന്ന് വ്യാഖ്യാനിച്ച വിശദീകരിച്ച മഹാപണ്ഡിതന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് കടന്നുപോയിട്ടുണ്ട്. നമസ്കാരം നിലനിർത്തുന്നു, ഷഹാദത്ത് ശരിയല്ല എങ്കിൽ അത് ആത്മാവില്ലാത്ത ഉടൽ മാത്രമാണെന്നും, ഷഹാദത്ത് പൂർണ്ണമായി നിലനിർത്തുന്നു, നമസ്കാരത്തിൽ അലസതയും അശ്രദ്ധയും ഉണ്ട് എങ്കിൽ അത് ഉടലില്ലാത്ത ആത്മാവ് മാത്രമാണെന്നും, ഇത് രണ്ടും കൂടി ഒരാളിൽ ഉറച്ചു നിൽക്കുന്നു എങ്കിൽ അയാളാണ് ശരിയായ ഇസ്ലാം, ശരിയായ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്നത് എന്നുമാണ് ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഷഹാദത്ത് കലിമയുടെ വിഷയത്തിൽ നമുക്ക് തർക്കമേതുമില്ല. എന്നാൽ നമസ്കാരത്തിന്റെ പ്രാധാന്യം, ഇസ്ലാം നമസ്കാരം എന്ന ആരാധനക്ക് കൽപ്പിക്കുന്ന ഗൗരവം, അത് ഈ സമുദായം, വിശിഷ്യ അതിൻ്റെ യുവതലമുറ, അതിൻ്റെ ബാല്യം, മക്കൾ, അവർ കൃത്യമായി ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നത് പലപ്പോഴും നമ്മെ സംശയിപ്പിക്കുന്നതാണ്. വളർന്നു വരുന്ന നമ്മുടെ മക്കൾ, വളർന്നു നിൽക്കുന്ന നമ്മുടെ യുവത, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ നമസ്കാരത്തോട് കാണിക്കുന്ന അലംഭാവവും അലസതയും നമുക്കെല്ലാവർക്കും ഏകദേശം ധാരണയുള്ളതാണ്. എന്നാൽ അവർ ഷഹാദത്ത് കലിമ ഉൾക്കൊള്ളുന്നവരല്ലേ? ആണ്. അവർ ശരിയായ പരലോക ബോധമുള്ളവരല്ലേ? ആണ്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇസ്ലാം ഇതിന് കൽപ്പിക്കുന്ന പ്രാധാന്യം എന്ത് എന്ന് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവുന്നില്ല എന്നതൊരു വാസ്തവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരത്തെക്കുറിച്ച് നിരന്തരമായി സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ഇസ്ലാം അതിൻ്റെ അനുയായികൾക്ക് ഒന്നാമതായി നിർബന്ധമാക്കിയത് നമസ്കാരമാണ് എന്നത് മാത്രം മതി അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളാൻ. സക്കാത്തിനു മുമ്പ്, നോമ്പിന് മുമ്പ്, ഹജ്ജിനു മുമ്പ് ഇസ്ലാം മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമാക്കിയത് നമസ്കാരമാണെന്ന് നമുക്കറിയാം. എന്തുകൊണ്ടെന്നാൽ അവ്വലുമ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി സ്വലാത്തഹു എന്നാണ്. നമ്മൾ മരണപ്പെട്ട് അല്ലാഹുവിങ്കിൽ എത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സൂക്ഷ്മമായ കണക്ക് അവിടെ ചോദിക്കപ്പെടും. അങ്ങനെ ചോദിക്കപ്പെടുമ്പോൾ ആദ്യമായി നമ്മൾ ഉത്തരം പറയേണ്ടി വരുന്നത് അവ്വലുമാ യുഹാസബു ബിഹിൽ മർഉ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ നമ്മൾ ഒന്നാമതായി മറുപടി പറയേണ്ടി വരുന്നത് നമ്മുടെ നമസ്കാരത്തെക്കുറിച്ചാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ വിചാരണ വരുമ്പോൾ,
ഫമൻ സ്വലഹത്ത് ഫഇൻ സ്വലഹത്ത്, അത് ഒരാൾക്ക് പൂർണ്ണമായി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ സ്വലഹ സായിറു അഅമാലിഹി, അവന്റെ മറ്റെല്ലാ മേഖലകളിലുമുള്ള വീഴ്ചകൾക്ക് വിട്ടുവീഴ്ച ലഭിക്കും. സുബ്ഹാനല്ലാഹ്, അവന്റെ മറ്റെല്ലാ മേഖലകളിലും വന്ന വീഴ്ചകൾക്ക് വിട്ടുവീഴ്ച ലഭിക്കും. എന്നാൽ വൈൻ ഫസദത്ത്, നമസ്കാരത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എങ്കിൽ ഫസദ സായിറു അഅമാലിഹി, അവൻ എന്ത് ചെയ്തിട്ടും പിന്നീട് കാര്യമില്ല, പിന്നീട് അവന്റെ മറ്റു മേഖലകളിലുള്ള യാതൊരു വീഴ്ചകൾക്കും അവന് വിട്ടുവീഴ്ചയുണ്ടാവില്ല. മറ്റൊരു റിപ്പോർട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഇൻ സ്വലഹത്ത് ഫഖദ് അഫ്ലഹ വ അൻജഹ, നമസ്കാരം കൃത്യമായിരുന്നു എങ്കിൽ അവൻ വിജയിച്ചു. വഇൻ ഫസദത്ത്, അവിടെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഫഖദ് ഖാബ വ ഖസിറ, അവൻ തോറ്റു, പരാജയപ്പെട്ടു. നമ്മൾ ഇതൊക്കെ പറയുന്നത് 400-ലധികം ആളുകൾ ആരാണെന്ന് പോലും പറയാൻ കഴിയാത്ത രൂപത്തിൽ, അതിൽ ഭൂരിഭാഗവും ഒരു ഉറക്കത്തിനിടയിൽ ഇല്ലാതായതിന്റെ ഓർമ്മ നശിക്കുന്നതിന് മുമ്പാണ് എന്നത് നമുക്ക് നമ്മുടെ വീഴ്ചകളിലേക്കൊന്ന് കണ്ണോടിക്കാൻ പര്യാപ്തമായ സാഹചര്യത്തിലാണ്. അങ്ങനെ ഒരു ഉറക്കത്തിൽ ഒരു പക്ഷേ നമ്മളിൽ പലരും ഉണരാതെ പോയേക്കാം. ആകയാൽ ഉറക്കത്തിന് മുമ്പ് ഓരോ ദിവസവും ഓരോ ഉറക്കത്തിന് മുമ്പും ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അദ്ദേഹത്തെക്കുറിച്ച് എഴുതപ്പെട്ട ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, ഒരു വിരൽ വണ്ണമുള്ള ഒരു വടി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഉറക്കത്തിൽ തലക്കടിയിൽ വെച്ചാണ് അദ്ദേഹം ഉറങ്ങാൻ. എപ്പോഴും ആ വടി കയ്യിലുണ്ടാകും. അതുകൊണ്ട് എവിടെ ആര് എന്ത് തെറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടാലും അപ്പൊരടി കൊടുക്കും. ഒരു ക്രൂരമായ ശിക്ഷയല്ല, അപ്പോഴതുകൊണ്ടൊരു അടി കൊടുക്കും. ആ വടി കൊണ്ട് നിരന്തരമായി അടികൊണ്ടിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ വടി കൊണ്ട് നിരന്തരമായി അടികൊണ്ടിരുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലുകൾ തന്നെയായിരുന്നു. നിങ്ങൾ കേട്ടോളി, നമ്മളെ പേടിപ്പിക്കേണ്ട സംഗതിയാണ്. കൊടും ബാധിരക്ക് ആളുകൾക്കിടയിൽ ക്ഷേമാന്വേഷണങ്ങളും വരെ കഴിഞ്ഞ് തഹജ്ജുദ് നമസ്കാരവും കഴിഞ്ഞ് കിടക്കുവാൻ വേണ്ടി സ്വന്തം വിരിപ്പിലേക്ക് പായയിലേക്ക് ഇരിക്കുമ്പോ അദ്ദേഹം ആ വടി കൊണ്ട് തന്റെ കാൽവെള്ളയിൽ ഇങ്ങനെ അടിച്ചിട്ട് ചോദിക്കും, മാതാ അമിൽത ലക്കൽ യൗമ യാ ഉമർ, മാതാ അമിൽത ലക്കൽ യൗമ യാ ഉമർ. ഉമർ, നീ ഇന്ന് നാട് ഭരിച്ചു, നാട് നന്നാക്കി, ആളുകൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും നിന്റെ കഴിവിനനുസരിച്ച് ശക്തിയും അധികാരവും ഉപയോഗിച്ച് ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് നീ ചെയ്തുകൂട്ടി. നിനക്കൊന്ന് ഉറക്കാൻ കഴിഞ്ഞിട്ടില്ല, നിനക്കിന്ന് നേരെ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഉമർ, മാതാ അമിൽത ലക്കൽ യൗം, ഇന്ന് നീ നിന്റെ പരലോക വിജയത്തിനു വേണ്ടി എന്ത് ചെയ്തു? നിനക്ക് നീയല്ലാത്ത മറ്റൊരു ദിവസം മറ്റൊരാളുമില്ലാത്ത സമയത്തേക്ക് വേണ്ടി നിന്റെ ഇബാദത്തുകളിൽ വല്ല വീഴ്ചയും വരുത്തിയിട്ടുണ്ടോ ഉമറേ എന്ന് സ്വന്തത്തോട് ചോദിച്ച് കാൽവെള്ളയിൽ നിരന്തരമായി അദ്ദേഹം അടിച്ചുകൊണ്ടിരിക്കും എന്നാണ്. എന്താണ് കാരണം? അസ്വലാത്തു ഇമാദുദ്ദീൻ, അസ്വലാത്തു ഇമാദുദ്ദീൻ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നമസ്കാരം ഇസ്ലാമിന്റെ തൂണാകുന്നു, ഇസ്ലാമിന്റെ തൂണാകുന്നു. നമസ്കാരത്തിൽ ഊന്നിയാണ് ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടതും പടർന്നു പന്തലിക്കുന്നതും. ആകയാൽ ഫമൻ തറക്കഹ,
അതാരെങ്കിലും ഒരാൾ ഉപേക്ഷിച്ചാൽ ഫഖദ് ഹദമദ്ദീൻ, അവന്റെ മതത്തെ തന്നെ തകർത്തിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കൾ, ഓർത്തുവെക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ്. ഇതേ ഉമർ റളിയല്ലാഹു തന്നെയാണ് പിന്നീട് പറഞ്ഞത്, സൊല്ലീലക്, മോനെ നീ നിനക്കു വേണ്ടി നമസ്കരിക്കടാ. ഖബല അൻ യുസല്ലി അലൈക്, നിനക്കു വേണ്ടി നമസ്കരിക്കാൻ ഒരു സമയം കാത്ത് നാട്ടുകാർ നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്, നിനക്കു വേണ്ടി ഒരു നമസ്കാരം നിർവഹിക്കാൻ ആകെ അവസരം ലഭിക്കുമെന്നത് കാത്തുകൊണ്ട് നാട്ടുകാർ നിൽക്കുന്നു. അവരത് ചെയ്യുന്നതിനു മുമ്പ് നീ നിനക്കു വേണ്ടി ഒന്ന് നമസ്കരിക്കണോ. ഒരു മഴയായി, ഒരു കാറ്റായി, ഒരു ഇടിയായി, ഒരു ശബ്ദമായി, ഒരു തലവേദനയായി അത് പിടികൂടുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട സമുദായമേ, അസ്വലാത്തു ഇമാദുദ്ദീൻ, ഒരേ ഒരു ആരാധന അത് നിർവഹിക്കുന്നവർ ഇസ്ലാമിലാണ്. അതിനെക്കുറിച്ച് അലസതയുള്ളവർ ഇതിനു പുറത്തുമാണ്. അങ്ങനെയില്ലേ? അത് സക്കാത്തിന്റെ പ്രത്യേകതയല്ല, അത് നോമ്പിന്റെയോ ഹജ്ജിന്റെയോ പ്രത്യേകതയല്ല. അൽ അഹ്ദുല്ലദീ ബൈനനാ വ ബൈനഹും അസ്വലാ, ഇസ്ലാമും ഇസ്ലാം അല്ലാത്തതും തമ്മിലുള്ള വേർതിരിവ്, അതിർവരമ്പ് അസ്വല, നമസ്കാരമാണ്. അത് ചെയ്യുന്നവൻ ഇതിനകത്താണുണ്ടാവുക. ഫമൻ തറക്കഹ, അത് ഉപേക്ഷിക്കുന്നവൻ ഫഖദ് കഫറ, അവൾ ഇതിനു പുറത്താകുന്നു എന്ന് പറഞ്ഞ ഒരേ ഒരു ആരാധന, ഒരേ ഒരു ഇബാദത്ത്. മറ്റൊരു വിശദീകരണം, ഷഹാദത്ത് കലിമ മനസ്സിന്റെ, അശ്ശഹാദത്തു അമലുൽ ഖൽബ്, അത് നമ്മുടെ മനസ്സിന്റെ ഇബാദത്താണ്. വസ്വലാത്തു അമലുൽ ജിസ്മ്, നമസ്കാരം ശരീരത്തിന്റെ ഇബാദത്തുമാകുന്നു. മനസ്സ് അല്ലാഹുവിന് കീഴ്പ്പെടുത്തിയവർക്ക്, തിരിച്ചു പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നമ്മുടെ ശരീരത്തെ അതിന്റെ ശരിയായ രൂപത്തിലേക്ക് ആക്കുന്നതിന് മുമ്പ് നമുക്ക് നൽകിയത് നമ്മുടെ ആത്മാവാണ്, മനസ്സാണ്. ആ മനസ്സിന് നിലകൊള്ളാനുള്ളതാണ് നമ്മുടെ ആത്മാവിന് നിലകൊള്ളാനുള്ളതാണ് നമ്മുടെ ശരീരം. ആകയാൽ മനസ്സ് അല്ലാഹുവിന് കീഴ്പ്പെടുത്തി വെച്ചവർ നിർബന്ധമായും ശരീരവും കീഴ്പ്പെടുത്തി വെക്കേണ്ടതുണ്ട്. ഖുർആൻ രണ്ട് തരത്തിലാണ് നമസ്കാരത്തെ പ്രതിപാദിച്ചത്. ഒന്ന്, നമസ്കരിക്കാത്തവർ ഇസ്ലാമിനുള്ളിലല്ല അവരുടെ സ്ഥാനം എന്നതാണ്. മറ്റൊന്ന്, കൃത്യമായി നിഷ്ഠയോടെ സൂക്ഷ്മതയോടെ നമസ്കരിക്കുന്നവർ വിജയികളായ സ്വർഗാവകാശികളായ ആദരണീയരാണ് എന്ന് ഒരിടത്ത് ഖുർആൻ പറഞ്ഞത് സൂറത്ത് മആരിജിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകളുടെ ഗുണഗണങ്ങൾ പറഞ്ഞിടത്ത് അവസാനിപ്പിച്ചത് വല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ, ഓരോ നമസ്കാരത്തെക്കുറിച്ചും വളരെയേറെ ശ്രദ്ധയും സൂക്ഷ്മതയും ഉണ്ടാകും അവർക്ക്. നമസ്കരിക്കാൻ നേരായി, അടുത്ത വാങ്ങൊടുക്കാനായോ എന്ന ശ്രദ്ധ പോലെ തന്നെ നമസ്കാരത്തിൽ അതിന്റെ ഷർത്തുകൾ, അതിന്റെ ഫർളുകൾ, അതിന്റെ സുന്നത്തുകൾ, അതിന്റെ ആദാബുകൾ അതെല്ലാം പൂർത്തീകരിക്കുന്നതിലും അവർക്ക് ശ്രദ്ധ ഉണ്ടാകും. അതുപോലെ നമസ്കാരത്തിന്റെ ആത്മാവായ വിനയം, ഭയം, ഭക്തി, ഏകാഗ്രത എന്നിവയിലും അവർക്ക് ശ്രദ്ധയുണ്ടാകും. അങ്ങനെയുള്ള നമസ്കാരക്കാർ ഉലൈക ഫീ ജന്നാത്തിൻ മുക്രമൂൻ, ആദരിക്കപ്പെടുന്നവരായി സ്വർഗസ്ഥരായി മാറും. സൂറത്ത് മുഅ്മിനൂൻ അല്ലാഹു പറഞ്ഞത് വിജയികളായ വിശ്വാസികളുടെ ഗുണഗണങ്ങളാണ് അവിടെ പറയുന്നത്. ഇവിടെ നരകമോചനം ലഭിക്കുന്നവരുടെ സ്വഭാവ ഗുണങ്ങൾ, അവിടെ വിജയികളായ വിശ്വാസികൾ. അത് പറഞ്ഞ് അവസാനിപ്പിച്ചതും വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ, അവർക്ക് അവരുടെ നമസ്കാരങ്ങളെ കുറിച്ച് അതീജാഗ്രതയുണ്ടാകും.
ഉലൈക ഹുമുൽ വാരിസൂൻ, അവർക്ക് കർമ്മഫലത്തിന്റെ അനന്തരാവകാശമായി സ്വർഗം ലഭിക്കും. അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ, അവർക്ക് സ്വർഗത്തിന്റെ അത്യുന്നത മേഖലയായ ഫിർദൗസ് ശാശ്വതവാസത്തിന് അനന്തരാവകാശമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകും. ഇനി നോക്കൂ നിങ്ങൾ, ഇൻഖുബിലത്, നമസ്കാരം ഒരാളിൽ നിന്ന് അല്ലാഹു സ്വീകരിച്ചാൽ ഖുബില മാ സിവാഹ, ബാക്കിയുള്ളത് സ്വീകരിക്കും. വൈറുദ്ദത്, നമസ്കാരം അല്ലാഹു സ്വീകരിക്കാതെ പോയാൽ റുദ്ദ മാ സിവാഹ, ബാക്കിയുള്ളതും തള്ളപ്പെടും. പ്രിയപ്പെട്ടവരെ വളരെയധികം ശ്രദ്ധയോടുകൂടി കാണേണ്ടുന്ന കാര്യമാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന ഏതാണ് എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അയ്യുൽ അഅ്മാലി അഫ്ളൽ, അയ്യുൽ അഅ്മാലി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം എന്താണ്, സൽക്കർമ്മം? റസൂലിന്റെ മറുപടി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വലാത്തു അലാ വഖതിഹാ, നമസ്കാരം കൃത്യമായി നിർവഹിക്കുക. അദ്ദേഹം ചോദിക്കാണ് സുമ്മ അയ്യ്, പിന്നെന്താ? അപ്പ റസൂലിന്റെ മറുപടി അൽ ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളെ ആദരിക്കുക, ബഹുമാനിക്കുക. അതിനേക്കാൾ വലുതാണ്, അതിനേക്കാൾ ഉന്നത സ്ഥാനമാണ് നമസ്കാരത്തിന്. വീണ്ടും ആ സ്വഹാബി ചോദിച്ചു സുമ്മ അയ്യ്, പിന്നെന്താണ് നബിയെ? അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ നാമത്തിന്, അവന്റെ കലിമയുടെ വിജയത്തിനു വേണ്ടി കൈമയുമായി മറന്ന് പ്രവർത്തിക്കുന്ന ജിഹാദ്, അതാണ്. ജിഹാദിനേക്കാൾ, മാതാപിതാക്കളോടുള്ള ബാധ്യതയേക്കാൾ ഒന്നാം സ്ഥാനത്ത് ഇസ്ലാം പ്രതിഷ്ഠിച്ച മഹത്തായ ഇബാദത്ത്. ഈ സമുദായത്തിന്റെ സിമ്പൽ അങ്ങനെയല്ലേ? മഹ്ശറിൽ കോടാനുകോടി ആളുകൾ കൂടുമ്പോൾ അവിടെ ഈ സമുദായത്തിന് തിരിച്ചറിയാനുള്ള അടയാളമായിട്ട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് സീമാഹും ഫീ വുജൂഹിഹിം മിൻ അദരി സുജൂദ്, സുജൂദിന്റെ പ്രകാശമുണ്ടാകും അവർക്ക്, സുജൂദിന്റെ പ്രകാശമുണ്ടാകും അവർക്ക്. കഴിഞ്ഞില്ല, ഉമർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുകയാണ്. ഈ 6 കുത്തുകളാണ് ഇരുതല മൂർച്ചയുള്ള വിഷം പുരട്ടിയ കത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ബാധിക്കുന്നത്. കുടൽമാലകൾ മുറിഞ്ഞ് വയറ് പുറത്ത് വിടർന്ന് ഒക്കെ പുറത്തു ചാടി രക്തം വാർന്ന് ബോധക്ഷയം ബോധരഹിതനായി അദ്ദേഹം. എപ്പോഴാണ്? സുബഹി ജമാഅത്തിന് മസ്ജിദ് നബവിയിൽ ആളുകളെ സഫ് നിർത്തുന്നതിനിടയിലാണ്. ആളുകൾ തരിച്ചുപോയി, കൊലപാതകി ഓടി രക്ഷപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ അവസ്ഥ നമസ്കാരം വൈകിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ശരീരം ആളുകൾ തുണി കൊണ്ട് വെച്ച് കെട്ടി. നമസ്കരിക്കാനൊരു മാർഗം. അപ്പൊ ഒരാൾക്ക് അങ്ങനെ തോന്നി, ഉമറിനെ ഒന്ന് വിളിച്ചു നോക്കാം, മരിച്ചോ ഇല്ലയോ എന്ന് നോക്കണല്ലോ. അയാൾ ഉമർ 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 എന്നിങ്ങനെ പല ആവർത്തി വിളിച്ചു. അദ്ദേഹം എഴുന്നേറ്റില്ല. അപ്പൊ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആ വിളിക്കുന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു, അങ്ങനെയല്ല, നമസ്കാരം ചേർത്തൊന്ന് വിളിച്ചു നോക്കുന്നു. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഒരു പനി, ഒരു ജലദോഷം വന്നാൽ പോലും മക്കളെ സുബഹിന് നിസ്കരിക്കാൻ വിളിക്കാത്ത അമ്മവാപ്പന്മാരാണ് നമ്മളെ കൂട്ടത്തിലുള്ളത്. ഒരു ജലദോഷം അല്ലേ? ഇന്നലെ വൈകുന്നേരത്തോന് കിടക്കുമ്പോൾ ഒരു തലവേദന ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് എന്തില്ല? നിസ്കാരമില്ല. നിസ്കരിക്കണമെന്ന് അവനുമില്ല, അവൾക്കുമില്ല, അവരെ നിസ്കരിപ്പിക്കണമെന്ന് മാതാപിതാക്കൾക്കുമില്ല. അതൊരു തെറ്റായിട്ട് ഈ സമുദായം തന്നെ കാണാതെ പോയിരിക്കുന്നു. ഇവിടെയാണ് അസ്വലായ ഉമർ. ചരിത്രം പറയും, അദ്ദേഹത്തിന് അവർ പാല് കൊടുത്ത് കുടിക്കാൻ അതാ കിട്ടിയത് കയ്യില്. അത് കളർ പോലും മാറാതെ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഒന്നും ശരീരത്തിനുള്ളിൽ ഉണ്ടായിരുന്നില്ല എന്നാണ്. 2 വിളി അസ്വലായ ഉമർ.
മൂന്നാമത്തെ വിളിക്ക് അദ്ദേഹം കണ്ണുകൾ വലിച്ചു തുറന്നു. സുബ്ഹാനല്ലാഹ്. അസ്സലാ യാ ഉമർ, വളരെ നമസ്കാരം. കണ്ണുകൾ വലിച്ചു തുറന്ന് എഴുന്നേൽക്കാൻ നോക്കി സാധിക്കുന്നില്ല. താൻ എത്തിപ്പെട്ട ദുരന്തത്തിന്റെ ആഴം മനസ്സിലാക്കി അദ്ദേഹം ആൾക്കൂട്ടത്തെ ഇങ്ങനെ നോക്കി. അവർ നമസ്കരിക്കാൻ സ്വഫിലാണ്. കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, അസ്വലാ വഹാ അനദ, പടച്ചവനെ, നമസ്കാരത്തിന്റെ സമയമായല്ലോ, ഞാൻ ഈ അവസ്ഥയിലുമായി പോയല്ലോ. എന്നിട്ട് അദ്ദേഹം ലോകത്തോട് പ്രഖ്യാപിച്ച കാര്യം എന്താ അറിയോ? അലാ ലാ ഹർല ഫിൽ ഇസ്ലാമി ലിതാരിക്കി സ്വലാന. എന്റെ പ്രിയപ്പെട്ട മക്കൾ, അവരുടെ മാതാപിതാക്കൾ, എന്റെ പ്രിയപ്പെട്ട യൗവനം, ഓർത്തു വെച്ചോളൂ. അസ്വലാ അലാ ലാ ഹർല ഫിൽ ഇസ്ലാമി ലിതാരിക്കി സ്വലാ. അറിയുക ജനങ്ങളെ, നമസ്കരിക്കാത്തവൻ ഇസ്ലാമിൽ മെമ്പർഷിപ്പേ ഇല്ല. നമസ്കരിക്കാത്തവന് ഇസ്ലാമിൽ മെമ്പർഷിപ്പേ ഇല്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله وسلم على رسولنا وحبيبنا وصفينا محمد الأمين وآله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين وحسن أولئك رفيقا. ما بعد أيها الإخوان اتقوا الله وكونوا عباد الله. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായിരിക്കാൻ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ നിലനിർത്താൻ നമസ്കാരം ഓർമ്മയുള്ള കാലത്തൊരിക്കലും ഉപേക്ഷിക്കാതെ നിരന്തരമായി നിർവഹിച്ചുകൊണ്ട് ഇരിക്കുന്നവരിൽ ഉൾപ്പെടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി അവതരിപ്പിച്ച സമുദായത്തിനുള്ള നിർബന്ധമായ ഇബാദത്ത് നമസ്കാരമായിരുന്നു എന്ന് നമ്മൾ കണ്ടു. നമസ്കാരം സ്വീകാര്യമാവണമെങ്കിൽ അതിലൊരുപാട് കാര്യങ്ങൾ വേറെയുണ്ട് എന്ന് നമുക്കറിയാം. ഇതെല്ലാം പൂർത്തിയാക്കിയാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി, 23 വർഷക്കാലത്തെ ജീവിതത്തിനിടയിൽ 10,000-കണക്കായ ഉപദേശ നിർദ്ദേശങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയുണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി ഊന്നിപ്പറഞ്ഞ ആരാധന നമസ്കാരമാണ്. എത്രമാത്രം എന്നാൽ വഫാത്തോടടുക്കുകയാണ്. 1-2 നിമിഷങ്ങൾക്കപ്പുറം വഫാത്തായി. ആ 2 മിനിറ്റ് 2 നിമിഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ലോകത്തോട് അവസാനമായി പറഞ്ഞ വാക്ക് അസ്സലാ വമാ മലക്കത്ത് അയ്മാനുക്കും എന്നാണ്. അത് പറഞ്ഞിട്ട് പിന്നെ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, ഒരേ ഒരു വാക്കേ പറഞ്ഞുള്ളൂ ലോകത്തോട്. അസ്വലാ, സമുദായമേ നമസ്കരിക്കുവിൻ. വഫാത്തിന്റെ സമയം ഇങ്ങനെ ആയി വരുന്നു, ബോധക്ഷയം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. സുബഹി ജമാഅത്തിന് ആളുകൾ ഇങ്ങനെ പള്ളിയിൽ പിന്നെ സെഫ് കെട്ടി ഇങ്ങനെ നിൽക്കുന്നു. റസൂല് വരും എന്നവരിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂല് പരമാവധി ശ്രമിക്കുന്നുണ്ട് എഴുന്നേൽക്കാൻ, നടക്കുന്നില്ല. ബോധം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ബോധം വരുമ്പോഴൊക്കെയും കിടക്കുന്നതിനടുത്ത് നാം വിരിപ്പ് ഇങ്ങനെ നോക്കി മാറ്റിയിട്ടൊന്നിങ്ങനെ നോക്കും പള്ളിയിലേക്ക്. എന്നിട്ട് ഇങ്ങനെ ചോദിക്കും, അസൊല്ലന്നാസ് അസൊല്ലന്നാസ് അസൊല്ലന്നാസ്. അവർ നിസ്കരിച്ചില്ലേ, അവർ നിസ്കരിച്ചില്ലേ, അവർ നിസ്കരിച്ചില്ലേ. എപ്പോഴാണ് സമയം? ആ സമയത്താ പറഞ്ഞത് സ്വലാ, ജനങ്ങളെ, സമുദായമേ നമസ്കാരം ഉപേക്ഷിക്കരുത് കേട്ടോ. വമാ മലക്കത്ത് അയ്മാനുക്കും, നിങ്ങളുടെ വീട്ടിലെ സഹോദരിമാരോട്, സ്ത്രീ സമൂഹത്തോട് മാന്യമായി പെരുമാറണം കേട്ടോ. ഇതാണ് അവസാനത്തെ ഉപദേശം. അതിനുശേഷം ചൂണ്ടുവിരലിങ്ങനെ ഉയർത്തിയിട്ട് പറഞ്ഞത് സുമ്മയില റഫീഖിൽ അഅ്ലാന, അല്ലാഹുവേ ഞാൻ നിന്നിലേക്ക് അടുക്കുകയാണെന്ന്. കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാം, അതിൻ്റെ നേതാവ്,
അതിന്റെ നേതാക്കന്മാർ ഈ ഒരു ഇബാദത്തിന് കാണിച്ച പ്രാധാന്യവും താല്പര്യവും ഇതിനു നൽകിയ പ്രോത്സാഹനങ്ങളും ഇതില്ലാത്തവർക്ക് നൽകുന്ന താക്കീതുകളും ഈ സമുദായം മനസ്സിലാക്കാതെ പോകുന്നുവോ എന്നത് ഒരു പക്ഷേ നമ്മുടെ തകർച്ചക്കു വരെ കാരണമാണ്. സൂറത്ത് മറിയം അങ്ങനെ വിശദീകരിച്ചു വരുമ്പോ പറയും, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉ സ്വലാത്ത വതബഉ ശഹവാതി ഫസൗഫ യൽഖൗന ഗയ്യാൻ. പ്രവാചകന്മാർക്ക് ശേഷം ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫ്, ഒരു തലമുറ വന്നു. അളാഉ സ്വലാത്ത, രണ്ടു കുറ്റങ്ങളാണ് അവർ ചെയ്തത്. അതിൽ രണ്ടാമത്തെ കുറ്റം ഒന്നാമത്തെ കുറ്റത്തിന്റെ ഫലമായിരുന്നു. ആ ആദ്യത്തെ കുറ്റം അളാഉ സ്വലാത്ത, നമസ്കാരം ഉപേക്ഷിക്കുന്നവരായിരുന്നു അവർ. അതിന്റെ ഫലമായി വന്നുകൂടിയത് വത്തബഉ ശഹവാതി, അവർ വ്യാമോഹികളായി, ദേഹേച്ഛുക്കളായി, ഇഷ്ടം പോലെ ജീവിക്കുന്ന താന്തോന്നികളായി മാറി. അത് ഈ സമുദായത്തിന്റെ 2024 അവസ്ഥയെക്കുറിച്ച് ഇറങ്ങിയ ആയത്താണോ എന്ന് തോന്നുന്നില്ലേ പ്രിയപ്പെട്ടവരെ? നമ്മളിൽ പലരുടെയും മക്കളെ ചൂണ്ടിയാണത് പറയുന്നത് എന്ന് തോന്നുന്നില്ലേ മാതാപിതാക്കളെ? അളാഉ സ്വലാത്ത, നമസ്കാരം ഒഴിവാക്കുന്നു. അതിന്റെ ഫലമായി വതബഉ ശഹവാതി, ദേഹേച്ഛകളുടെ വ്യാമോഹങ്ങളുടെ താന്തോന്നിത്തരങ്ങളുടെ പിന്നാലെ പോകുന്നു. ഫസൗഫ യൽഖൗന ഗയ്യ, ആ വൃത്തികേടിന്റെ പരിണിത ഫലം അവർ അനുഭവിക്കേണ്ടി വരും എന്നൊരു താക്കീതും. അല്ലാഹു സുബ്ഹാനഹു വ തആല വാസ്തവത്തെ ഗൗരവതരമായി തന്നെ കാണാൻ, എല്ലാ തരത്തിലുമുള്ള വീഴ്ചകളിൽ നിന്ന് വിട്ടുനിന്ന് അള്ളാഹുവിനുള്ള ഇബാദത്തുകളിൽ അതിശ്രേഷ്ഠമായ നമസ്കാരത്തെ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ പൂർണ്ണ ബഹുമാനത്തോടെ പൂർണ്ണ ആദരവോടെ പൂർണ്ണ പ്രാധാന്യത്തോടെ മനസ്സിലാക്കുവാനും നിലനിർത്തുവാനും അനുഗ്രഹിക്കപ്പെടുന്നവരിൽ നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാ തരത്തിലുള്ള വീഴ്ചകളിൽ നിന്നും ദുസ്വഭാവങ്ങളിൽ നിന്നും അള്ളാഹു ഈ സമുദായത്തെ, വിശിഷ്യ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വന്ന വീഴ്ചകൾക്ക് പ്രായശ്ചിത്തം ചെയ്ത് ആ വീഴ്ചകളെ മറികടന്ന് നിന്റെ ഇഷ്ടക്കാരായി തീരുന്ന കാലം വരെ ജീവിച്ചിരിക്കാൻ അനുഗ്രഹിക്കണമേ റഹ്മാനെ. എവിടെ വെച്ച് എങ്ങനെ ഏത് സാഹചര്യത്തിൽ ഞങ്ങൾ മരണപ്പെടുകയാണെങ്കിലും റബ്ബേ, നിന്റെ ഇഷ്ടക്കാരായി, നീ തൃപ്തിപ്പെടുന്നവരായി, നിന്നെ തൃപ്തിപ്പെടുന്നവരായി മരിക്കാനിടയാകുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഉൾപ്പെടുത്തണമേ റഹ്മാനെ. നമസ്കാരം ഈ സമുദായത്തിന്റെ അടയാളമാക്കി വേർതിരിച്ച് നിർത്തപ്പെടുന്ന ആ ലോകത്ത് റബ്ബേ, ഞങ്ങളെ നമസ്കാരത്തിന്റെ പുണ്യത്തോടെ, നമസ്കാരത്തിന്റെ പ്രകാശത്തോടെ, നമസ്കരിക്കുന്നവന്റെ മുഖത്ത് പ്രകാശമുണ്ടാകുമെന്ന നിന്റെ വാക്ക് അതുപോലെ തന്നെ അനുഗ്രഹിക്കപ്പെടുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹുവേ നാഥ, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ നീക്കണമേ റഹ്മാനെ. എല്ലാ ദുഃഖങ്ങളിൽ നിന്നും എല്ലാ ദുരിതങ്ങളിൽ നിന്നും എല്ലാ ആപത്തുകളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ റഹ്മാനെ. ദുരന്തത്തിനിരയായവർക്കെല്ലാം മുന്നോട്ടുള്ള ജീവിതത്തിന് ശാശ്വതമായ മാർഗം പ്രദാനം ചെയ്യണമേ റഹ്മാനെ. മരണപ്പെട്ടു പോയവർക്ക്, സത്യവിശ്വാസികൾക്ക് സ്വർഗവും അല്ലാത്തവർക്ക് സമാധാനവും അവരുടെ കുടുംബത്തിന് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഈ ഒരു ജീവിതം നന്നാക്കിയെടുക്കാനുള്ള മുന്നറിയിപ്പായി, വിനയത്തോടെ സൽസ്വഭാവികളായി ജീവിക്കാനുള്ള മുന്നറിയിപ്പായി ഇത്തരം ദുരന്തങ്ങളെ സ്വീകരിക്കാൻ ഞങ്ങളുടെ മനസ്സുകൾക്ക് വിനയം നൽകണമേ റഹ്മാനെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ വഅജ്ർ വാലിദീനാ വഅഗ്നിനാ മിനൻ നാർ. അല്ലാഹുമ്മ റബ്ബനാ നജ്ജിനാ മിൻ കുല്ലിൽ കുർവാതി വൽ ആഫാത്ത്. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ബലാഇ വൽ വബാഇ വൽ അദാബി വൽ الفتن. اللهم إنا نعوذ بك من البلاء والوباء والعذاب والفتن. اللهم إنا نعوذ بك من البلاء والوباء والعذاب والفتن. اللهم أحينا مسلمين وأمتنا مسلمين والحقنا بالصالحين.
اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين وصلى الله وسلم على محمد